ജോർജ് കുര്യന് ശേഷം ആരാണ് കേന്ദ്രമന്ത്രി? തൊട്ടു പിന്നാലെ കേരളത്തിലെ ബിജെപിയുടെ യുവമുഖം അനിൽ ആന്റണി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നിർണായക ചരടുവലികളുമായി കേരളത്തിൽ രാഷ്ട്രീയ സമവാക്യത്തിന് പുതിയ സാധ്യത ഒരുക്കുന്നു ബിജെപി. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ രാജിവെച്ചതോടെ ഒഴിവുണ്ടാകുന്ന സ്ഥാനത്തേക്ക് അനിൽ ആന്റണിയെ പരിഗണിക്കുന്നതായി സൂചന. കേരളത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനും ക്രൈസ്തവ സമൂഹത്തിനിടയിലെ സ്വാധീനം ശക്തിപ്പെടുത്താനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. അതും മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി സംഘവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായ AK ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ തന്നെ കളത്തിലിറക്കാനാണ് ബിജെപിയുടെ നീക്കം. കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നതിന് ശേഷം അനിൽ ആന്റണി ദേശീയ നേതൃത്വത്തിന്റെ വിശ്വസ്തനായി മാറിയിരിക്കുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും വിജയിക്കാനായില്ല. ദേശീയ തലത്തിൽ പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്ന അനിലിനെ മന്ത്രിസഭയിൽ എത്തിക്കുന്നത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സന്ദേശമാകുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെ പരമോന്നത നയനിർണയ സമിതിയായ പ്രവർത്തക സമിതിയിൽ ഇപ്പോഴും അംഗമായിരിക്കുന്ന AK ആന്റണിയുടെ മകനെ തന്നെ കോൺഗ്രസിനെ മലത്തിയടിക്കാൻ രംഗത്തിറക്കുകയാണ് ബിജെപി. ഏതായാലും അനിലിനെ കേന്ദ്രസഭയിൽ എത്തിച്ചാൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിലേക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനും പാർട്ടിയുടെ സ്വീകാര്യത കൂട്ടാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അനിൽ ആന്റണിയുടെ പേരാണ് നിലവിൽ ശക്തമായി പരിഗണിക്കപ്പെടുന്നതെന്ന സൂചനകൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നതിനിടെ ആന്റണി കുടുംബത്തിൽ മാത്രമല്ല എല്ലാ ക്യാമ്പുകളിലും ആകാംക്ഷയാണ്. ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുകയാണ് അമ്മ എലിസബത്ത് ആന്റണി എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഫോൺ വിളിയോടെ മകനെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സംരംഭകനുമായി തുടക്കമിട്ട അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് വലിയ ദേശീയ ശ്രദ്ധ നേടി. 2024 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ദേശീയ നേതൃത്വത്തിന്റെ വിശ്വസ്ത യുവമുഖമായി വളരെ പെട്ടെന്നാണ് അനിൽ മാറിയത്. ക്രൈസ്തവ സമൂഹത്തിലേക്കുള്ള പ്രധാന രാഷ്ട്രീയ പാലമാകാൻ അനിലിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം. ഏതായാലും കേന്ദ്രമന്ത്രിയായാൽ കേരള രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ പുതിയ ചർച്ചകൾക്ക് പോർമുഖത്തിനും വഴി തുറക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി സംഘമായ AK ആന്റണിയുടെ മകൻ കേന്ദ്ര മന്ത്രിസഭയിൽ എത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ സംഭവങ്ങളിൽ ഒന്നായി മാറും.